എല്ലാവർക്കും വ്യൂമസ് ടാക്കീസിലേക്ക് സ്വാഗതം. അങ്ങനെ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരളം എല്ലായിടത്തും അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മെയ് 4-നാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ റെക്കോർഡ് പോളിംഗ് ശതമാനമായിരുന്നു 92.18%. അതുപോലെ തമിഴ്നാടും പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്, കേരളത്തിലും കൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടി നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അത് സംശയകരമാണ്. എങ്കിലും BJP ഈ TVKക്ക് കിട്ടുന്ന വോട്ടുകൾ സ്പ്ലിറ്റായി പോയാൽ അത് നേട്ടമുണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ വെസ്റ്റ് ബംഗാളിലെ 92.18% എന്ന് പറയുമ്പം അവിടെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ട്രെൻഡ് ആർക്കാണ് അനുകൂലം? BJPക്ക് അത് അനുകൂലമായി വരുമോ എന്നോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ BJP ക്യാമ്പ് വളരെ ഹാപ്പിയാണ്. അവരിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു ബംഗാൾ ഈ വർഷം BJP പിടിക്കുമെന്നുള്ളത്. അതിനനുസരിച്ച് അവരവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം തന്നെ UDF മുഖ്യമന്ത്രിമാരെ പറ്റി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. VD സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ ഇപ്പം പുതിയ ഒരാൾ KC വേണുഗോപാൽ, ഇവരെല്ലാവരും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡ്, അതായത് LDFിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, ഇപ്പോഴും റിസൾട്ട് കേരളത്തിൻ്റെത് അത്ര പ്രവചിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം മൂന്നാമത് BJP എന്ന് പറയുന്ന ഒരു വലിയ ശക്തി, അവർ പിടിക്കുന്ന വോട്ട് അനുസരിച്ചായിരിക്കും കേരളത്തിൻ്റെ വിധി തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ വീണ്ടും LDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്, ഒരു പക്ഷേ. എങ്കിലും അവരുടെ ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ വീണ്ടും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടി തുടങ്ങും. പിന്നെ BJP പറ്റി പറയുകയാണെങ്കിൽ അവർ 5, 6, 7 സീറ്റൊക്കെയാണ് അവർ കണ്ടിരുന്നത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ. പക്ഷേ ഇപ്പം 3 സീറ്റിലോട്ട് ചുരുങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. അതെന്ന് പറയുന്നത് കഴക്കൂട്ടം, പിന്നെ നേമം, അതുപോലെ തന്നെ പാലക്കാട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് BJP. അപ്പം ഈ ഒരു അസംബ്ലി ഇലക്ഷനോട് കൂടി BJP ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത ഒരു സംസ്ഥാനം ബംഗാൾ BJP പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അടുത്ത ടാർഗറ്റ് സൗത്ത്, തമിഴ്നാട് അല്ലെങ്കിൽ കേരളമായിരിക്കും. കാരണം BJP ഇതുവരെ കേരളവും തമിഴ്നാടും വളരെ പ്രാധാന്യത്തോടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് സൗത്ത് ഇന്ത്യയിലെ കേരളം അല്ലെങ്കിൽ തമിഴ്നാടിലായിരിക്കും അവരുടെ അടുത്ത പ്രവർത്തനം. ഒരു പക്ഷേ BJP ബംഗാൾ പിടിക്കുകയാണെങ്കിൽ. അപ്പം ഇതാണ് ഇലക്ഷനെ പറ്റിയുള്ള പുതിയ അപ്ഡേറ്റുകൾ. ഇനി നമുക്ക് മെയ് 4-ന് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. താങ്ക് യു.